സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. ചേച്ചി ചേച്ചി, അവൻ എന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എവിടെയവൻ? രാമൻകുട്ടി! എന്താ ചേച്ചി, എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കോകോള, ഫാന്റ, മിറാണ്ട. രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. ഈ പുത്തൂരൻ തറവാട് നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിനക്ക് കഴിയില്ല രാമൻകുട്ടി. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും, ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അതീന്ന് നിനക്കിവിടെ വിലസാൻ കഴിയില്ല. അല്പായുസ നീ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ച് വെളിയിലിറക്കി ചേട്ടേ. അയ്യേ, കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചാലും. മാഡം, കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതെന്തൊരു ഗതികേടാണ് മാഡം. അവന്റെ ഭരണം വന്നതോടെ ഇപ്പൊ ഞാൻ കൂടി അവന്റെ തൊഴിലാളിയായി. ഞാനും. വിഷപ്പാമ്പിനെയാണ് മാഡം പാലൂട്ടി വളർത്തുന്നത്. ആ വിഷപ്പാമ്പിന്റെ വിഷം ചീറ്റിച്ച് വകയ്ക്ക് കൊള്ളാത്ത പാമ്പാക്കി മാറ്റാൻ ഈ സദാശിവന് കഴിയും. ഈ പുത്തൂരം വീട്ടിൽ നിന്ന് ഞാൻ അവരെ കെട്ടിക്കെട്ടിക്കും. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പറയുന്ന പോലെ നാളെ നീ ചെയ്താൽ മതി. ഓക്കെ മാഡം. എക്സ്ക്യൂസ് മീ മാഡം, എന്താ വേണ്ടത്? ടെൽ മീ വാട്ട് യു വാണ്ട്. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ സെക്രട്ടറി, ബോസിന്റെ സെക്രട്ടറി. ഓക്കെ. വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയ്യാമയായിരിക്കും. ഇപ്പോ ടൈം 10:30. 10:30 to 11 ബോസിന്റെ റൊമാൻറ്റിക് ടൈമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ആരെയും അകത്ത് കടത്തിവിടാൻ പറ്റില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ. താങ്ക് യു. മായ, ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി തൊഴിലാളികൾക്ക് സാലറി കൊടുക്കേണ്ട തുകയാ. എനിക്ക് അത്യാവശ്യമായി ഒന്ന് എസ്റ്റേറ്റ് വരെ പോണം. മാനേജർ വരുമ്പോ നീ ഇത് കൊടുത്തേച്ചാ മതി. അതിനെന്താ ചേച്ചി, ഞാനിതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കൂല്ലേ. സത്യത്തില് ഇത് എന്റെ കൂടെ പണമല്ലേ ചേച്ചി. മായ, ഞാൻ പോവാ. ഇപ്പൊ രാമേട്ടന് മനസ്സിലായില്ലേ? എന്റെ ചേച്ചി ഒരു പാവാ. പിന്നെ ഭയങ്കര പാവല്ലേ. കളിയാക്കണ്ട. കളിയാക്കുമല്ലോ. എന്താടോ? എന്താടോ? എന്താണെന്ന്? എന്താണ്? എന്താണെന്ന്? എന്താണ്? അത് തന്നെ ചോദിച്ചത്, എന്താണെന്ന്. നിങ്ങൾ പോ. നിങ്ങൾ പോ. പോകാം. ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട്. കുടിക്കാറുണ്ടോ? കുളിച്ചോണ്ടിരുന്നോ?
അയ്യോ. അല്ല രണ്ടാളും കൂടി ഇത് എങ്ങോട്ട് പോവാ? ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാ. ക്ഷേത്രത്തിൽ ചേച്ചിയുടെ പേരില് രാമേട്ടന് ഒരു വഴിപാട് നടന്നിട്ടുണ്ടത്രേ. ചേച്ചിക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക വഴിപാടാ. അമ്മായെ, ഞാൻ ഇന്നലെ നിന്നെ ഏൽപ്പിച്ച ആ 5 ലക്ഷം രൂപയില്ലേ, അത് ഉടനെ വേണം. ഒരു അത്യാവശ്യ കാര്യത്തിന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനാ. പോയി എടുത്തിട്ട് വാ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ, ഇപ്പൊ എടുത്തോണ്ടിരാം. രാമേട്ടാ, മായേ, പണം കാണുന്നില്ല. എന്തായി പറയുന്നേ? നല്ലോണം നോക്ക്. ഞാൻ എല്ലായിടും നോക്കി, എവിടെയും കാണുന്നില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ ഈശ്വര, ചേച്ചി, ആ പണം കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നീ എന്തായി പറയുന്നേ? ഇന്നലെ രാമൻകുട്ടിയുടെ കയ്യിലല്ലേ മാഡം പണം കൊടുത്തത്? സത്യം പറ രാമൻകുട്ടി, ആ പണം എവിടെ? നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ച പോരായിരുന്നു. ചേച്ചി മിണ്ടി പോരുത്. ആ പണം നീ മോഷ്ടിച്ചതല്ലേ? കള്ളൻ. എന്റെ സ്വത്തുക്കൾ മോഹിച്ചല്ലേ നീ ഇവളെ വിവാഹം കഴിച്ചത്? ചതിക്കായിരുന്നു, നീ ഇവളെ ചതിക്കായിരുന്നു. ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങണം. ചേച്ചി, പുകഞ്ഞുകൊള്ളി പുറത്ത്. രാമഭദ്ര, പോലീസിനെ വിളിക്കേ. പോലീസിനെ വിളിക്കാൻ വരട്ടെ. എന്തിനും ഒരു തെളിവ് വേണമല്ലോ. കളവ് നടത്തിയത് ബോസ് ആണെന്നുള്ളതിന് എന്താ തെളിവ്? അത് തെളിയിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ആ, ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരിശോധിക്കണം. കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു ചെറിയ റിക്വസ്റ്റ്, കള്ളൻ ആരായാലും അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം. അതിലും നല്ലത് മുട്ടുസൂചി പ്രയോഗമാണ്. അതെന്ത് പ്രയോഗം? ഇതാരുടെ പെട്ടിയാ? സത്യം പറ, ഇല്ലെങ്കിൽ എന്റെ പെട്ടിയാണ്. ഞാനിത് തുറക്കാൻ പോവാണ്. പണം ഇതിൽ കാണേണ്ടതായിരുന്നു, പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കണം, ഇതാരുടെ പെട്ടിയാണ്? അതെന്റെ പെട്ടിയാ. ഞാനിത് തുറക്കാൻ പോവാണ്. മാഡം, 5 ലക്ഷം. മാഡം, അടിച്ചൊടിക്കവന്റെ കൈയും കാലും. തൊട്ടാ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. കട്ടവനെ ഞാൻ കാണിച്ചു തരാം. എന്നെ ഒന്നും ചെയ്യാതെ പണം മോഷ്ടിച്ച ഞാനാണ്. ദുർഗാ മാഡം പറഞ്ഞിട്ടാണ് ചെയ്തത്. സൂചിക്കാറ്റരുത്. ചേച്ചി ഏറ്റില്ലല്ലേ? ഏതായാലും ഈ വീട്ടിലെ എല്ലാ കാര്യവും നോക്കണ്ടോ ഞാനല്ലേ? ആ പണം അതോ മോട്ടിച്ച പണല്ലേ ചേച്ചി? അത് അവന്റെ ഇരുന്നോട്ടെ. ശ്യാമി, പണം സൂക്ഷിച്ചു വെച്ചോണം. അപ്പൊ ഞങ്ങൾ വേണ്ട ചേച്ചി. മാഡം, വേറൊരു പ്ലാൻ ഉണ്ട്.